മക്കൾ ഉപേക്ഷിച്ചു, അധികൃതർ അവഗണിച്ചു. സുമനസ്സുകളുടെ സഹായം തേടുകയാണ് വൃദ്ധ ദമ്പതിമാർ. ഇടുക്കി വണ്ടിപ്പെരിയാർ ഡൈമുക്ക് 8 ഏക്കർ പുതുവൽ സ്വദേശികളായ സെൽവിയും നെൽസണുമാണ് ഭക്ഷണവും മരുന്നും കിടപ്പാടവുമില്ലാതെ പ്ലാസ്റ്റിക് ഷെഡിൽ ദുരിതജീവിതം നയിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി തളർന്ന കിടപ്പിലാണ് സെൽവി. വലിയ പ്രതീക്ഷയോടെ വളർത്തിയ ആൺമക്കൾ വിവാഹം കഴിച്ച് സ്വന്തം കാര്യം നോക്കി പോയതോടെ ഒറ്റയ്ക്കായി നെൽസനും സെൽവിയും. 9 വർഷം മുമ്പാണ് ഇവിടെ ഈ വീടും സ്ഥലവും വാങ്ങുന്നത്. 1.5 ലക്ഷം രൂപ SC ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിച്ചു. വീട് കൂടി ചേർത്ത് 2.5 ലക്ഷം രൂപയായി. 1 ലക്ഷം പിന്നീട് നൽകാമെന്ന് പറഞ്ഞു. വീട് വാങ്ങിയ വർഷം തന്നെ പുറകിൽ നിന്നിരുന്ന മരം വീടിന് മുകളിലേക്ക് വീണ പൂർണ്ണമായി തകർന്നു. ഇതോടെ വാടക വീടെടുത്ത് മറ്റൊരിടത്തേക്ക് മാറി. 1 വർഷം കഴിയും മുമ്പ് വെള്ളവുമായി വീണ സെൽവി കിടപ്പിലായി. യഥാസമയം ചികിത്സിക്കുവാനോ മരുന്ന് വാങ്ങി നൽകുവാനോ കഴിഞ്ഞില്ല. വെള്ളത്തിന് പോയായിരുന്നു ഞാൻ. വെള്ളത്തിന് മുമ്പ് അവർ വീട് ആരില്ല, അങ്ങനെ തെന്നി വീഴുന്നായിരുന്നു. അങ്ങനെ 4 മിനിറ്റ് അങ്ങനെ കിടന്ന് അങ്ങനെ ആയിരുന്നു കാല്. അതൊരു പൈസ ഒന്നുമില്ല. പൈസ ഇല്ലാതെ എങ്ങനെയാണ് വന്നത്? എനിക്ക് പെൻഷനില്ല, ഒന്നുമില്ല. ഞാൻ അങ്ങനെ കിടക്കുന്നതാണ്. അപ്പം എങ്ങനെയാണ് പൈസ ഇല്ല, ആരില്ല, വേറെ സഹായം പറ്റിയില്ല. വാടക കുടിശ്ശികയായതോടെ ഉടമ ഇവിടെ നിന്നും മാറുവാൻ ആവശ്യപ്പെട്ടു. പിന്നീട് സ്വന്തമായുള്ള മണ്ണിൽ തകർന്നു കിടക്കുന്ന വീടിന് മുൻപിൽ ഒരു ഷെഡ് വെച്ച് താമസം മാറി. ചെറിയൊരു ചാറ്റൽ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഇവിടെയാണിപ്പോൾ ദുരിത ജീവിതം. വൈദ്യുതി കണക്ഷൻ പോലുമില്ല. ഏക ആശ്രയം 1 മാസം റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന 10 കിലോ അരി മാത്രം. റേഷൻ കടയിൽ നിന്ന് 10 കിലോ അരി കിട്ടുന്നുണ്ട്. അത് 1 മാസം തികയത്തില്ല. അത് 3 നേരം കഴിക്കുന്ന 2 നേരമായിട്ട് വെച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ പണിക്ക് പോകുന്നില്ല. കുടുംബം കിടപ്പിലായതിനു ശേഷം പണിക്കൊന്നും പോകുന്നില്ല. പിള്ളേരുണ്ട് സഹായിക്കാനാണ്, പറച്ചിലേ ഉള്ളൂ. പിള്ളേർ സഹായിക്കാൻ ആരുമില്ല. ശ്വാസം മുട്ടുള്ളതിനാൽ നെൽസന് ജോലിക്ക് പോകാൻ കഴിയില്ല. അടുത്തറിയുന്നവർ ചിലപ്പോഴൊക്കെയായി സഹായിക്കും. ഭക്ഷണവും മരുന്നും കൃത്യസമയത്തില്ലാത്തതിനാൽ ഇവരുടെ ആരോഗ്യനിലയും മോശമാണ്. ദുരിതജീവിതം നയിക്കുന്ന അന്നു മുതൽ കണക്കുകൂട്ടിയാൽ 1 പതിറ്റാണ്ടായി ഇവർക്ക് സർക്കാർ സഹായവും ലഭിച്ചിട്ട്. എന്നാൽ ലൈഫ് മിഷനിൽ പേരുൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സർക്കാർ ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് മുഖ്യ പരിഗണന ഇവർക്ക് നൽകുമെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നത്. അതുവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സുമനസുകളുടെ സഹായം കാത്തിരിക്കുകയാണ് ഈ വൃദ്ധ ദമ്പതിമാർ. ദുരിത ജീവിതം 1 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഇവർക്ക് ആരോടും പരാതിയും പരിഭവവുമില്ല. ഒരാഗ്രഹം മാത്രം: ചോർന്നൊലിക്കാത്ത ഒരു കൂരയിൽ കിടന്നുറങ്ങണം, പട്ടിണിയില്ലാതെ ഭക്ഷണം കഴിക്കണം. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.